ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്, തന്തൂരി ചിക്കൻ. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതിയിലാണ് ഇന്നത്തെ റെസിപ്പി ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 കിലോ ചിക്കനാണ്. സാധാരണ നമ്മൾ ഒരു കോഴി എടുത്താൽ അതൊരു 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്, വലിയ കഷ്ണങ്ങളായിട്ട്. ഇവിടെ ഞാൻ ചെറിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ചിക്കൻ എല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ വരഞ്ഞു കൊടുക്കണം, എങ്കിലേ ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതിലെ വെള്ളം എല്ലാം വാർന്നു പോകാനായിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് റെഡിയായി വരുന്ന സമയത്തേക്ക് ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ മസാലകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 8 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, പിന്നെ എടുത്തിരിക്കുന്നത് കസൂരി മേത്തിയാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കയ്യിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ പകുതി ഇഞ്ചി എടുത്താൽ മതി. ഇത്രയും മസാല പൊടികളാണ് ഇതിലേക്ക് വേണ്ടത്. ആദ്യം തന്നെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചാൽ മതി, അത് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി അരയുന്നില്ലെങ്കിൽ ഒരു ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ചേർക്കണ്ട ഈ മസാലയിലൊന്നും. ഇപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. നല്ല കട്ട തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ പുളിയുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. കൈ വെച്ചത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മസാല എല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാരങ്ങയാണ്. ഇത് വലിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് മൊത്തമായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ചെറിയ നാരങ്ങയാണെങ്കിൽ 2 എണ്ണം എടുക്കണം. നമുക്കൊരു 4 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഇതിലേക്ക് കിട്ടണേ. ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ കുരു വീണിട്ടുണ്ട്, അത് നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം. ഇപ്പോൾ കുരു എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ മസാലയിൽ ഉപ്പിട്ടിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി ഉപ്പ് അധികമായിട്ട് ഇട്ട് കൊടുക്കണം. മസാലയിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ ആയി വരുന്ന സമയത്ത് അതിൽ നല്ല ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ കാണത്തുള്ളൂ കേട്ടോ. മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് കൊടുത്താൽ ചിക്കനിലേക്കുള്ള ഉപ്പൂടെ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അത് നോക്കി വേണം, ഉപ്പ് ഇച്ചിരി മുന്നോട്ടാക്കി വേണം ഇട്ട് കൊടുക്കാൻ. ഈ സമയത്ത് മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കണേ, ഉപ്പും പുളിയും കറക്റ്റ് ആണോ നോക്കണം. ഇനി ഇതിലേക്ക് ലേശം ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർത്ത് ഈ മസാല കുഴക്കരുത്. ഇനി ഇതിലേക്ക് വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ 1 കിലോ എടുക്കുന്നെങ്കിൽ ഇതെല്ലാത്തിൻ്റെ അളവ് 3-1 മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടാണ് മസാല തേച്ചെടുക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മസാല തേച്ചെടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഈ വരഞ്ഞു കൊടുത്തതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് മസാല തേച്ച് കൊടുക്കണേ. നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഫുഡ് കളർ ഒരു 2 പിഞ്ചൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുഡ് കളർ ചേർത്താൽ നല്ല റെഡ് കളറിലിരിക്കും. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല, ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പ്രസൻറ്റേഷന് വേണ്ടി ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ഇതേ നമ്മൾ ചിക്കനിൽ മസാല എല്ലാം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂറത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണേ. ഞാൻ ഏറ്റവും കുറഞ്ഞാണ് 2 മണിക്കൂർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ നല്ലതാണ്. 5-6 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഇതൊരു ഫിലിം കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. ഞാനിവിടെ ഗ്രില്ലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പാനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഗ്രില്ലിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഗ്രില്ല് നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഈ ചിക്കൻ അതിൽ എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പം
ആദ്യം നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ചിക്കൻ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. 2 പുറവും തിരിച്ചും മറിച്ചും വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇടയ്ക്കൊന്ന് ഓയിൽ ചിക്കൻ്റെ പുറത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ തീ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്, കാരണം ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. ഇപ്പം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാൻ നേരെ ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. കുറച്ച് കുബൂസ് ഇതൊക്കെ എടുത്തിട്ട് കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിന ചട്നി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മയണൈസ് ഉപയോഗിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഡിപ്പൂടൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളൊക്കെ പുറത്തു പോയിട്ട് കഴിക്കുന്നവരാണ്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്